ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിത് ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് എടുത്തതാണ്. ഈ മെറ്റീരിയൽ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു തുണിയാണിത്. പിന്നെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡ് എന്ന് പറയുന്നത്, നമ്മൾ നിൽക്കുന്ന സൈഡ്, മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സൈഡ് എന്ന് പറയുന്നത് മടക്ക് സൈഡാണ്, ഫോൾഡഡ് സൈഡാണ്. അതേപോലെ ഈ മേൽവശം ഫോൾഡഡാണ്. കാരണം ഓക്കെ, നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം കട്ട് ചെയ്യാനായിട്ട്. ഷോൾഡർ 7.5 എടുത്തിരിക്കുന്നത്. അതേ അളവ് തന്നെ നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യാം. 7.5 7.5 നമുക്ക് ഇവിടുന്ന് ഒരു സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാമേ. കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് അത് ക്യാൻവാസ് വെച്ചിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ കർവ് എന്ന് പറയുന്നത്, ഷോൾഡർ കർവ് എന്ന് പറയുന്നത് 3/4 ഇഞ്ചോ ചില 1/2 ഇഞ്ചോ എടുത്തുള്ളൂ. ഇത് 3/4 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ കൈക്കുഴി ആണ് എടുത്തെടുക്കുന്നത്. കൈക്കുഴി എടുക്കുമ്പം 7.5 നമുക്ക് കൈക്കുഴിയുടെ അളവ് നോക്കുന്നത്. നമുക്കൊന്ന് ചരിച്ച് ചെസ്റ്റിൻ്റെ അളവ് കൊണ്ട് നോക്കാമേ. ചെസ്റ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് തയ്യൽത്തുമ്പും എല്ലാം കൂടെ കൂട്ടിയാണേ. തയ്യൽത്തുമ്പ് എല്ലാം കൂടെ കൂട്ടി എടുക്കുമ്പം 13 ഇഞ്ചാണ്. ആക്ച്വലി നമുക്ക് 11.5 ഇഞ്ചോളം മതി വണ്ണം തയ്ച്ച് കഴിയുമ്പോഴുണ്ട്. ഇപ്പം നമ്മൾ തയ്യൽത്തുമ്പടങ്ങ് എടുക്കുന്നത് 13 ഇഞ്ചാണ് കേട്ടോ. കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആം ഹോൾ എടുക്കുകയാണേ. ഇവിടെയാണല്ലോ നമുക്ക് ഇത് ചെസ്റ്റിൻ്റെ അളവ് കറക്റ്റ് തയ്ച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വരണം. ഇങ്ങനെ കൈക്കുഴി ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്ക് താഴെയായിട്ട് സ്ലിറ്റിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 21 മതി. 21 ഇഞ്ച് വേണം സ്ലിറ്റിൻ്റെ അവിടെ ഉള്ളത്. ഇവിടെയാണ് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 13.5 ഇഞ്ച് എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും. പിന്നെ നമ്മൾ ബേസ്റ്റിൻ്റെ നെഞ്ചിൻ്റെ ഇടുപ്പ് ഭാഗം ഉണ്ടല്ലോ, അതിനുള്ള അളവെന്ന് പറയുന്നത് 14 ഇഞ്ചിൻ്റെ അവിടെ വരുന്നുണ്ടേ. അത് എത്ര 11.5 ഇഞ്ച് ഇടുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും. നമ്മൾ വെട്ടുമ്പോൾ ഇതുവഴിയാണ് വെട്ടി വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ ലെന്തെന്ന് പറയുന്നത് 43 ഇഞ്ച് വേണം. തയ്ച്ച് കഴിയുമ്പോൾ 43 ഇഞ്ച്. തയ്യൽ തുമ്പൂടെ കൂട്ടിയാണ് 43. 42 ഇഞ്ചോളം മതി. 41 42 ഇഞ്ച് മതി. നമ്മളിത് 43 എടുത്തിട്ടുണ്ട്. 43. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് പോകും. താഴെ 1 ഇഞ്ചോളം മടക്കിയടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയെടുത്തത്. ഓക്കെ, ഫ്രണ്ട് ആം ഹോളിൻ്റെ കുഴിക്കാനായിട്ട് നമ്മൾ 1 ഇഞ്ച് ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ചോളം ഇങ്ങനെ മാറ്റി അളവ് നമ്മളിങ്ങനെ ആണ് തയ്ക്കുന്നത്. നമുക്കിനി വെട്ടിയെടുക്കാം. ആദ്യം കൈക്കുഴി വെട്ടിയെടുക്കാമേ. നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നെക്കിൻ്റെ അവിടുത്തെ ഭാഗത്തിന് സെൻറ്ററിലൊന്ന് നോച്ചിട്ട് കൊടുത്തു. ഷോൾഡർ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി കുഴിച്ച് വെട്ടണേ. ഇത് ലൈനിങ് വെച്ചൊരു ചുരിദാറാണ്. ഇതുപോലുള്ള ചുരിദാറുകൾ ആവശ്യമുള്ളവർ ഞാൻ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ. ഓക്കെ, നമ്മൾ ഫ്രണ്ട് പോർഷനും ഇത് ബാക്ക് പോർഷനാണ്. ഇതൊരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു തുണിയാണ്. ഫ്രണ്ടിൽ ഒരു ഡിസൈന്, ബാക്കിൽ വേറൊരു ഡിസൈൻ, വേറെ ഒരു ചുരിദാറിൻ്റെ പോർഷൻ പോലെ നമുക്ക് തോന്നും.
അതാന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ന്യൂ മോഡൽ. ഇതിനൊരു ചെറിയ ചെറിയ സീക്വൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ. അവിടെ ഇവിടെ ഉള്ളതേ ഉള്ളൂ, പക്ഷേ സൂചിയെ കയറിയാൽ സൂചി ഒടിഞ്ഞു പോകും. അപ്പോൾ തയ്ക്കുമ്പോൾ സൂക്ഷിച്ച് തയ്ക്കാം. നമുക്ക് കൈ വെട്ടാനായിട്ട് തുടങ്ങാം. ഓക്കെ, കൈക്കുള്ള തുണി നമ്മൾ വെട്ടിയെടുത്ത് 4 മടക്കിയിരുന്നു. കൈയുടെ നീളം നമ്മൾ എടുക്കുന്ന 10 ഇഞ്ചാണ്. ഇഞ്ചോളം കൈ കുഴിച്ച് വെട്ടാനായിട്ട് നമ്മൾ എന്നിട്ട് താഴത്തെ കൈയുടെ വണ്ണം എന്ന് പറയുമ്പോൾ 7 ഇഞ്ചാണ്. തയ്ച്ച് കഴിയുമ്പോൾ 6 ഇഞ്ചും വേണം. നമ്മൾ ചരിച്ച് കൈ ഇങ്ങനെ കൈ വെട്ടിയെടുക്കാം. കൈ നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ സെൻറ്റർ നോക്കി നമുക്ക് നോച്ചിട്ട് കൊടുക്കാം. 2 പോർഷൻ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. കുഴിച്ച് വെട്ടണേ. ഒരു 1/2 ഇഞ്ചോളം വെട്ടിയെടുത്ത് കഴിഞ്ഞു. ലൈനിങ് ഒക്കെ നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അതിൻ്റെ അടിഭാഗം ഒന്ന് അടക്കിയടിച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിലെല്ലാം പിന്നെ കുത്തി വെക്കുക കേട്ടോ. പിന്നെ തയ്ക്കുന്നുള്ളൂ. കഴുത്ത് തയ്ക്കാനായിട്ട് ഞാൻ ഇത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോയെ. ഇതെടുത്ത് സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കുക. നമ്മൾ അകത്താണ് തയ്ക്കുന്നത്, നമ്മൾ പുറത്തോട്ട് തിരിച്ചിടുകയാണേ. ഇവിടെ ഇങ്ങനെ വരും നമ്മുടെ കഴുത്ത് ഡിസൈന്. കഴുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാണേ. തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ. അപ്പം നമ്മളതിങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് 4 സൈഡും നമുക്കത് വെട്ടിക്കളയാം. അപ്പോൾ അത് ഒരു 1/4 ഇഞ്ചോളം കഴുത്തും വെട്ടിക്കളയാം. വെട്ടിയതിന് ശേഷം നമ്മളിത് തിരിച്ചിടണം അങ്ങനെ എല്ലാ വശത്തേക്കൊക്കെ. തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഷേപ്പിലുള്ളൊരു ഇതാണ്. സ്ക്വയർ അല്ല, ആദ്യം എന്നിട്ട് ഇതിൻ്റെ അവിടെ ഇങ്ങനെ നമ്മൾ ഈ സൈഡിൽ തയ്ക്കുക. ആദ്യം ഒന്ന് പതിച്ചടിക്കും, പിന്നെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ ഇവിടെ ഒന്ന് അടിക്കുക. അത്രയാണ്. അതാണ് കഴുത്തിൻ്റെ പണി പൂർത്തിയാകും. ഓക്കെ, തയ്ച്ചിട്ട് കാണിക്കാമേ. ഒരു തവണ തയ്ച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നുകൂടി ഒരു സ്റ്റിച്ച് ഇടുന്നു. 2 സ്റ്റിച്ച് ഇട്ട് ഇവിടെയും കൂടി തയ്ക്കുന്നുണ്ട്. 2 സ്റ്റിച്ചും അടിച്ചതിന് ശേഷം കാണിച്ചു തരാം. എല്ലായിടം തയ്ച്ച് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെയാണ് ലുക്ക് ഇരിക്കുന്നത് കഴുത്തിൻ്റെ ഭാഗം. കൈ ആണെങ്കിൽ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, പാൻറ്റിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ, പാൻറ്റിൻ്റെ നിന്ന് ഒരു പീസ് എടുത്ത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അറ്റത്ത് വെച്ച് തയ്പ്പിക്കും. ഇങ്ങനെ അതിരിക്കും. ഓക്കെ, നമുക്കിങ്ങനെ ചെറിയൊരു പീസ് എടുത്ത് കട്ട് ചെയ്ത് തയ്ച്ചാൽ മതി. അപ്പം കൈ അങ്ങ് പ്ലെയിനായിട്ടിരിക്കത്തില്ലേ. അപ്പോൾ പാൻറ്റിൻ്റെ പീസാകുമ്പം നല്ല ഭംഗിക്കിരുന്നുള്ളൂ, അത് ഇതായിട്ട് മാച്ചായിട്ടിരുന്നുള്ളൂ. ഓക്കെ, കൈ തയ്ക്കാനായിട്ട് നമ്മളിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തതിൻ്റെ സെൻറ്ററും കൈയുടെ സെൻറ്ററും കൂടെ ഒന്നിച്ച് വെക്കണം. കൈയുടെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടല്ലോ, കണ്ട, പിന്നെ അതും കൂടെ ഒന്നിച്ച് വെച്ചിട്ട്
തയ്ക്കാനായിട്ട് തുടങ്ങുന്നത്. ഇങ്ങനെ വെക്കണം. എന്നുമ്പോൾ ഇതിൻ്റെ അധികമുള്ള ലൈനിങ് തുണി നമ്മൾ വെട്ടിക്കളയണം കേട്ടോ. ഞാൻ വെട്ടിക്കളഞ്ഞില്ല, ഞാൻ വെട്ടിക്കളയട്ടെ. ഈ ഭാഗമാണ് ഫ്രണ്ട് പോർഷനായിട്ട്. അപ്പം നമ്മൾ തിരിച്ച് വരുമ്പം ഇത് ഫ്രണ്ടിൽ വരണം. ഓക്കെ. ഈ കൈയുടെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെക്കണം. ഇവിടെ നിന്ന് വേണേൽ തയ്ച്ച് തുടങ്ങാം. നമുക്ക് ഇങ്ങനെ പോയി അറ്റം വരെ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങനെ ഇടുക. പിന്നെ തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇവിടെ പിന്നെ കുത്തിയിട്ട് അതിൻ്റെ അറ്റത്ത് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ സെൻറ്റർ തമ്മിൽ ഒരേപോലെ വെക്കണേ. ഷോൾഡറിൻ്റെ സെൻറ്ററും കൈയുടെ സെൻറ്ററും ഇതിൽ വെച്ച് പിന്നെ കുത്തി നമ്മൾ ഒരേപോലെയാണോ നോക്കി തയ്ക്കാൻ തുടങ്ങാം. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഇത് കുഴിച്ച് വെട്ടിയ ഭാഗമാണ്. ഇത് വേണ്ട ഇങ്ങനെ പിന്നെ കുത്തി വെച്ചിട്ട് ഞാൻ തയ്ക്കാൻ തുടങ്ങുന്നത്. ഒരു 1/4 ഇഞ്ച് വീതിയിട്ട് നമ്മളിങ്ങനെ തയ്ച്ച് തുടങ്ങുകയാണ്. ഓക്കെ. തയ്ച്ച് കഴിഞ്ഞ് കാണിച്ചു തരാമേ. കണ്ടോ, ഇത് ഒരു തവണ തയ്ച്ച് കഴിഞ്ഞ് ഇനി ഒരു തവണയുടെ 2 തവണ അടിച്ച് തയ്ക്കണേ. കണ്ടോ, നമ്മളിത് ഓവർലോക്ക് ചെയ്തിട്ടുണ്ടേ. ഓവർലോക്ക് ചെയ്ത് കൈയൊക്കെ തയ്ച്ചിന് ഓവർലോക്ക് ചെയ്ത് കൊണ്ടുവന്നാണിത്. ഓക്കെ. നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാമേ. കൈ തയ്ക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈ രണ്ടും എടുത്ത് ഒരേപോലെ വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പ് രണ്ടിടത്ത് ഒരുപോലെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പ് കൈയുടെ ഭാഗത്തേക്ക് 2 സൈഡിലും ഒരേപോലെ ഇട്ടിട്ട് വേണം തയ്ച്ച് തുടങ്ങാനായിട്ട്. നമുക്ക് എത്ര വണ്ണം വേണോ അതിനനുസരിച്ച്. എനിക്കിവിടെ 6 മതി. 6ൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇവിടെ സ്ലിറ്റ് തയ്ക്കാനായിട്ട് ഉള്ള ഭാഗമുണ്ട്. ആ പോർഷൻ്റെ ഇടം വരെ സ്ലിറ്റ് തയ്ക്കുന്ന പോർഷൻ വരെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെ നമ്മൾ ഇവിടെ വരുമ്പോൾ 1 ഇഞ്ച് കൂടുതൽ ഒരിക്കലും നമ്മൾ വീതിയായിട്ട് തയ്ക്കാൻ പാടില്ല. ഓക്കെ. നമുക്ക് തയ്ച്ച് തുടങ്ങാം. തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. രണ്ടും ഒരുപോലെ വെച്ചിട്ട് തയ്ക്കാൻ തുടങ്ങാം. തയ്ക്കുമ്പോൾ നമ്മൾ കെട്ടിയിട്ട് കൊടുക്കണേ. ബാക്ക് സ്റ്റിച്ച് അടിച്ചു. അധികം നൂലൊക്കെ ഉള്ളതെല്ലാം നമ്മൾ വെട്ടിക്കളയണം. ഇവിടെ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് തയ്ക്കുമ്പോൾ നോക്കിയിട്ടാണ് തയ്ക്കണേ. ഇവിടം വരെ മതി നമുക്ക് സ്ലിറ്റ് കേട്ടോ. നമ്മൾ ബാക്ക് സ്റ്റിച്ച് അടിച്ചു. രണ്ട് 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ. ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ ഉണ്ടല്ലോ ഇച്ചിരി മേളിലായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിനനുസരിച്ച് നമ്മളിവിടെ മടക്കുമ്പോൾ ഒരുമാതിരി വരാതിരിക്കാനായിട്ടാണ്. നമ്മൾ എന്നിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങനെ അടക്കുമ്പോൾ വൃത്തിക്ക് ഇരുന്നോളൂ. കണ്ടോ, എന്നിട്ട് ഇവിടെ അങ്ങ് ചുരുങ്ങി വരും. അതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മൾ സ്റ്റിച്ചിങ് ഇവിടെയാണ്, വെട്ട് കൊടുത്തത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു രീതിയാണ്, നമുക്ക് തയ്ക്കാൻ എളുപ്പമായിട്ടുള്ളൊരു രീതിയാണ്. നമ്മളിങ്ങനെ ഒന്ന് മടക്കി ഇത് ചെയ്ത് വെച്ചതിന് ശേഷം തയ്ക്കുകയാണെങ്കിൽ നല്ലൊന്ന് അയൺ ചെയ്തിട്ട്. ഞാനിപ്പോൾ അയൺ ചെയ്യുന്നില്ല. ഓപ്പോസിറ്റ് എൻ്റെ മറ്റേ എതിർവശത്തുള്ള സൈഡും മറ്റേ സൈഡും കൂടെ നമ്മൾ തയ്ച്ച് ചേർക്കുകയാണ്. അത് കെട്ടിട്ട് തയ്ക്കണം. ഈ ഭാഗം എന്താ ഇങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ ഇതിന് കൈയുടെ ഇതിന് നീളമില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു അഡീഷണൽ തുണി വെച്ച് തയ്ച്ചതാണ്. ഇതെല്ലാം നല്ലതായിട്ട് നേരെ ഇട്ടിട്ട് വേണം ഈ സൈഡും ഒരേപോലെയാണോ എന്ന് നോക്കി. ഇനി വെട്ട് കൊടുത്തിട്ടില്ലേ ഇവിടെ ഇങ്ങനെ കണ്ടോ, ഈ ഭാഗം വരെയാണ് സ്ലിറ്റിൻ്റേതെന്ന് പറയുന്നത്. അപ്പം നമ്മളത് എല്ലാം ഇങ്ങനെ ആക്കി മാർക്ക് ചെയ്തു. നമുക്ക് നൂലൊക്കെ അധികം ഉള്ളതൊക്കെ നമ്മൾ അന്നേരം തന്നെ വെട്ടിക്കളയണം കേട്ടോ. അതിന് തൊട്ടടുത്തൂടെ ഒരു പ്രഷർ കുട്ടിൻ്റെ അകലത്തിൽ വീണ്ടും തയ്ക്കുകയാണ്. അതുപോലെ രണ്ടാമത് സ്റ്റിച്ച് ഇട്ടു. ഇനി ഒരു 3 സ്റ്റിച്ച് ഇടണേ. കെട്ടിട്ട് കൊടുത്തു. ഈ സ്റ്റിച്ച് നമ്മൾ ഒരു ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത സ്റ്റിച്ച് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കാൻ. നമ്മൾ രണ്ട് സൈഡിലും 3 സ്റ്റിച്ചിട്ട് കൊടുത്തു. നമ്മൾ സൈഡ് സ്ലിറ്റ് അടിക്കാമേ. മുറിച്ച് കൊടുത്തില്ലല്ലോ, അവിടെ മുറിച്ച് കൊടുക്കാം. നമ്മൾ സ്ലിറ്റ് തയ്ക്കുമ്പോൾ ഒരു 4 ഇഞ്ചോളം ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ നാളത്തേക്ക് മടക്കണേ. 1/2 ഇഞ്ച് ഇട്ട് തയ്ക്കുന്നുണ്ട്, പക്ഷേ 4 ഇഞ്ചാണ് ഞാനിടാറുള്ളത്.
ഇവിടെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് മടക്കി വരാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇവിടെ വരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇല്ല, ഒരേ അല നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. ഒരേ വലിപ്പം മടക്കുന്നതിന്. ഇങ്ങനെ കുറച്ചുകൂടെ മേളിൽ കൊണ്ടുവന്നിട്ട് ഇത് നിർത്തി ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ തിരിക്കണം. ഇതിങ്ങനെ ഈ സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് മടക്കി കൊടുത്തതിന് ശേഷം കുത്തി നിർത്തിയതിന് ശേഷം തയ്ച്ച് കഴിഞ്ഞ് കണ്ടോ, ഒരു സൈഡ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു കണ്ടോ. അതിന് ശേഷം നമ്മൾ തിരിച്ചിടും. തിരിച്ചിട്ടിൻ്റെ അറ്റത്തൂടെ ഒന്നുകൂടെ തയ്ക്കാം. തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തയ്ക്കുന്നതാണ് നല്ലത്. ഈ സ്ലിറ്റിൻ്റെ ഓപ്പൺ സൈഡിൻ്റെ അവിടെ വന്ന് സെൻറ്ററിൽ ഒന്ന് കുത്തി നിർത്തി ഇവിടെ അതുപോലെ തിരിക്കുകയാണ്. തിരിച്ചതിന് ശേഷം ടപ്പറ പിടിച്ച് താഴേക്ക് തയ്ച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വയ്ക്കും. ഈ സ്ലിറ്റിൻ്റെ ഭാഗമാണെങ്കിലും കണ്ടോ അങ്ങനെ. മറ്റേ സൈഡും കൂടെ തയ്ച്ചിട്ട് കാണിക്കാം. പിന്നെ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞുള്ള ഭാഗമാണിത്. എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അടിഭാഗം മടക്കിയടിക്കാം. അതൊരു 4 ഇഞ്ച് വെച്ചാണേ. ഇത്രയും മതി. ഇത്രയും വീതിക്ക് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഈ സൈഡിൽ കൂടെ എഡ്ജിൽ കൂടെ തയ്ക്കണം. ഓക്കെ, തയ്ക്കാൻ തുടങ്ങാം. അധികമുള്ള നൂലുകളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് വേണം കസ്റ്റമറിന് കൊടുക്കാൻ. എന്തായാലും തന്നെ അങ്ങ് വെട്ടിക്കളയാണെങ്കിൽ മറന്നു പോകത്തില്ല. പിന്നെ അല്ലേ വെട്ടിക്കളയാൻ നിന്ന് നമ്മൾ മറന്നു പോകും. വെച്ചിട്ട് ഇത്
വെച്ചിട്ട് നമ്മൾ ഒരു അടി കൂടെ എഡ്ജിൽ കൂടെ അടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളിനി മറ്റേ ഭാഗം ഇതേപോലെ തന്നെ തയ്ക്കണം. ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞ് മറ്റേ ഓപ്പോസിറ്റ് സൈഡ് എടുത്തു അത് അതേപോലെ ഇത്രയും വ്യത്യാസം നമ്മൾ മടക്കടിക്കുമ്പോൾ ശരിയാവും. 1/4 ഇഞ്ച് കറക്റ്റായിട്ടേ. അപ്പോൾ അത് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. രണ്ട് സൈഡ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ഓവർലോക്ക് ചെയ്തുകൊണ്ട് വരാമേ. രണ്ട് സൈഡ് ഞാനൊന്ന് ഓവർലോക്ക് ചെയ്തുകൊണ്ട് വരട്ടെ. കംപ്ലീറ്റ് ചെയ്തുള്ള കഴിഞ്ഞുള്ള വ്യൂ ആണ് ഇത്. ഇതുപോലുള്ള ചുരിദാറുകളൊക്കെ ആവശ്യമുള്ളവർ ഞാൻ ഇത് കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ. മെസ്സേജ് സെൻഡ് ചെയ്തേ. എൻ്റെ മെറ്റീരിയലൂടെ ആവശ്യമുള്ളവർക്ക് എൻ്റെ മെറ്റീരിയലുകളുണ്ട്. അല്ലാതെ സ്റ്റിച്ചിങ് മാത്രം ആവശ്യമുള്ളവർക്ക് അതും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞു. ഈ ഭാഗമെല്ലാം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഓവർലോക്കും ചെയ്തിട്ട് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഒരു 4.5 ഇഞ്ചാണ് കുഴിച്ചു വിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതേ കട്ട് ചെയ്ത ആ പീസ് വെച്ച് നമ്മളൊരു യു ഷേപ്പിൽ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ സൈഡ് മടക്കി അടിച്ചു. എന്നിട്ട് ഇത് നമ്മൾ ഈ ബാക്ക് സൈഡിൻ്റെ കഴുത്തിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് ചേർക്കാനായിട്ട് കേട്ടോ. നമ്മളിതിങ്ങനെ വെട്ടിയേക്കുവാണല്ലോ. ഇങ്ങനെ നമ്മൾ തയ്ച്ച് ഇതിൽ ചേർത്തിട്ട് കാണിക്കാമേ. നമ്മളിതിങ്ങനെ തയ്ച്ച് ചേർത്തുണ്ടോ. എന്നിട്ട് നമ്മൾ ഇനി ഇവിടെ ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കണം. പതിച്ച് റൗണ്ടിലടിക്കണം. ഓക്കെ, നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പതിച്ചടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഈ ഷോൾഡർ ഫ്രണ്ടിൽ നിന്നുള്ള ബാക്കിലോട്ട് വെക്കണം സ്റ്റിച്ച്. എന്നിട്ട് ഇവിടെ കൂടുതൽ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്താലും മതി. നമ്മളിങ്ങനെ അറ്റം മടക്കിയിട്ട് ഈ ഓവർലോക്കും എല്ലാം കൂടെ ബാക്ക് സൈഡിലോട്ട്. ഇപ്പോൾ ഷോൾഡർ ബാക്ക് സൈഡിലോട്ടാണ് വെക്കേണ്ടത്. നമ്മളങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യുകയോ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. ചെയ്തിട്ട് കാണിക്കാമേ. നമ്മൾ എംബ്രോയ്ഡറി നമ്മൾ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞ് കഴുത്ത് ഇങ്ങനെ